ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് അടുക്കള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴയായിട്ട് പൂച്ച ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തല കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നല്ല ചൂട് തട്ട് ദോശയാണ് കേട്ടോ. ഞാൻ നല്ല കുഞ്ഞു കുഞ്ഞു ദോശകളാണ് ചുടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം പറയുന്നതായിട്ടോ ഇത് തട്ട് ദോശയാണെന്ന്. അപ്പോൾ ഈ ദോശ നല്ല രീതിയിൽ മയത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് ശക്തിയായിട്ട് മാവിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് പിതുക്കെ വേണം മാവിട്ട് ഇളക്കാനായിട്ട്. അപ്പം നല്ല സൂപ്പർ ദോശ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഉപ്പ് ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് സ്പീഡിലിട്ട് ഇങ്ങനെ കറക്കുവാണെങ്കിൽ ദോശയ്ക്ക് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ മാവ് അരയ്ക്കുന്ന ടൈമിൽ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കുറച്ച് ചോറും കൂടെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ദോശ നല്ല മണമുള്ളതും അതുപോലെ തന്നെ നല്ല മയമുള്ളതുമായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ ദോശയ്ക്ക് തയ്യാറാക്കാൻ പോകുന്നത് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് സവാളയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സവാള നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണൊക്കെ നീറും. അപ്പോൾ എന്തെങ്കിലും ഒരു പലകയുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അടുക്കള പാചകത്തിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കടല പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കടല വെന്ത് കിട്ടും കേട്ടോ. ഇനി കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊബൈൽ കിടന്ന് അനങ്ങുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ട്രൈപോഡിൽ നിന്ന് മൊബൈൽ തെറിച്ച് പോകുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു കൈ വെച്ച് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതാണ് ഈ വീഡിയോ ഇങ്ങനെ ഇടന്ന് കുലുങ്ങുന്നത്. അപ്പോൾ ട്രൈപോഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഈ സവാള ആണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അതും കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച കടല, ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ ഒരുപാട് അങ്ങ് കോരി ഒഴിക്കേണ്ട, 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചില ആളുകൾ കാട് വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചുമന്ന മുളക് ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ചേർക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. നിങ്ങളുടെ വീട്ടിൽ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് ഞാനൊരു നാഴി കടലയ്ക്കുള്ള അളവാണ് പറയുന്നത്. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മസാലപ്പൊടി, പിന്നെ 1 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് തക്കാളി പേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് വഴറ്റി മിക്സിയിലിട്ട് അടിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാര്യം തക്കാളിക്കറി പോലെ നമ്മുടെ കടലക്കറി ഇരിക്കുന്നത് ശരിയാകത്തില്ല. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ല രുചികരമായിട്ടുള്ളൊരു കടലക്കറിയാണിത് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നാടൻ രീതിയിൽ നല്ല രുചിയുള്ളൊരു കടലക്കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയേക്കുന്നത്. കുറച്ച് നേരം കൂടെ ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ കടലക്കറിയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല കുറുകുറാന്നുള്ള ചാറുള്ള നല്ല കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു ദോശയും കൂടി നമുക്കത് കഴിക്കാം. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ഒരു തോരന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്ന ഒരു കുഞ്ഞു ചിരട്ടയിൽ 1 ചിരട്ട തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ തേങ്ങയാണെങ്കിൽ നമുക്കൊരു 1 ചിരട്ട തേങ്ങയുടെ തന്നെ ഒരു 1/4 ഭാഗം മതിയാവും. ഇതിനകത്തേക്കൊരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കണം.
പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു 3/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പലരും തയ്യാറാക്കുന്ന രീതിയിലല്ല കേട്ടോ ഇപ്രാവശ്യം തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തോരനല്ലേ ഇനി എന്തിനാ കാണുന്നതെന്ന് ചിന്തിക്കരുത്, മൊത്തം കാണണം. അപ്പോൾ ഒരു പാത്രം ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു തോരന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് കപ്പയ്ക്ക തോരനാണ്, ചിലർക്ക് ഓമയ്ക്ക എന്ന് പറയും. അപ്പോൾ ആ ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുമ്പോൾ അത്രയൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ആ സമയത്ത് ഈ ഒരു കടുക് ചേർത്ത് കടുകിന് പകരം ഈ ഉഴുന്ന് ചേർന്ന് കൊടുക്കൂ, സൂപ്പറാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുത്തി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്, വലിയ 2 സവാളയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴറ്റി ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. ഈ ഒരു കപ്പയ്ക്ക തോരൻ സാധാരണ മിക്കുള്ളവർക്കും കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പക്ഷേ ഈ രീതിയിൽ ഞാൻ തയ്യാറാക്കി കൊടുത്തപ്പോഴുണ്ടല്ലോ ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കൊണ്ട് സൂപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കഴിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ പെട്ടെന്ന് കഴിച്ചോളും. ഞാൻ ആ ഒരു രീതി തയ്യാറാക്കി കൊടുത്തുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ കഴിക്കുകയൊക്കെ ചെയ്തു. ഇനി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കപ്പയ്ക്ക ഞാൻ എടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പച്ചക്കപ്പയും അതുപോലെ തന്നെ ഒരു മീഡിയം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പഴുക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് പച്ചയായിരിക്കാനും പാടില്ല. ആ രീതിയിൽ നല്ല കപ്പയ്ക്ക കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളത് റെഡ് ലേഡി കപ്പയ്ക്കയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചുവപ്പ് കളറിൽ കാണുന്നത്. അപ്പോൾ ഈ 2 പച്ചക്കപ്പയ്ക്ക് അതുപോലെ തന്നെ ഇടത്തരം പഴുത്ത കപ്പയ്ക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് കണ്ടല്ലോ, തോരൻ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. എനിക്ക് ട്രൈപോഡില്ലാതെ വീഡിയോ എടുക്കുക, അതുപോലെ തന്നെ ഇത് ഉള്ളിയൊക്കെ വഴറ്റിയും കൂടെ ചെയ്യുമ്പോഴും മൊബൈൽ നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. അപ്പോൾ സോറി കേട്ടോ എല്ലാവരോടും. ഞാൻ പുതിയൊരു ട്രൈപോഡ് വാങ്ങിച്ച് ഫോൺ അതിൽ വെച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഇപ്പോൾ തെറിച്ച് പോയി, ഇവിടെ ട്രൈപോഡ് വെച്ചിട്ട് ഫോണങ്ങ് തെറിച്ച് പോയി. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ, അതും കൂടെ ഇതിനകത്തേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ അടപ്പൊക്കെ മാറ്റി. ഇതിനൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കും. അങ്ങനെ ചെയ്യാതെ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഈ അരപ്പൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നമ്മുടെ കപ്പയ്ക്കൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ കപ്പയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ടിപ്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ തോരൻ തയ്യാറാക്കുകയാണെങ്കിൽ ചോറിനാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഇത് മാത്രം കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേക ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചേർത്തേക്കുന്ന ആ ഉഴുന്ന് പരിപ്പ് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് ഇതിനോടൊപ്പം ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന കാര്യം മറക്കരുതേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഉച്ച സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വറുത്തതാണ്. അപ്പോൾ ഈ മീൻ പറയുന്ന പേരാണ് തിലോപ്പിയ, അങ്ങനെയാണ് പറയുന്നത്. ഫിലോപ്പിയ ആണോ എന്നറിയത്തില്ല, എന്തായാലും 2 പേരിൽ ഒരു പേരാണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് പേരറിയത്തില്ല. അപ്പോൾ നല്ല മീനാണ് കേട്ടോ, ഇത് പൊരിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഉപ്പും അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറോളമായി. അപ്പോൾ ഞാൻ ഇനി അടുത്ത് വറുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ കറിവേപ്പിലയൊന്നും ആദ്യം ഇട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ വറുക്കുന്നത്. ഞാൻ സാധാരണ രീതിയിലാണ് വറുത്തെടുക്കുന്നത്. എനിക്കിപ്പം കറിവേപ്പില ഇട്ടില്ലെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ മീൻ വറുത്തിട്ട് അത് ഇളക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ കറിവേപ്പില ഇട്ടിട്ട് മീൻ വറുക്കുമ്പോൾ മീൻ വേവാത്ത കണക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല.
ഞാൻ അല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സാധാരണയായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ മീനെല്ലാം വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇന്നത്തെ മീൻ കറി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചൂരക്കറിയാണ്. അപ്പം ഞാൻ ചൂരക്കറിയും അതുപോലെ തന്നെ മീൻ പരിച്ചതുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചൂരക്കറിയുടെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല, ചൂരക്കറി തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ ഒരു വശമൊക്കെ നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ, എന്നിട്ട് തിരിച്ചിടാം. അപ്പോൾ മീൻകറിയുടെ ഒരു വശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇച്ചിരിയെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഞാൻ തിരിച്ചിട്ടതാണിത്, വീണ്ടും ഒന്നുകൂടെ തിരിച്ചിടുകയാണ് കേട്ടോ. മീൻ കാര്യം തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ഈ മീൻ നല്ല രീതിയിൽ അകോക്കോ വെന്ത് നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത്. ഈ തിലോപ്പിയ എന്ന് പറയുന്ന മീൻ നല്ലൊരു രുചിയാണ് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.